Good afternoon, all. Good afternoon, ma'am. Afternoon. Ma'am. Afternoon. കഴിഞ്ഞ ദിവസം എടുത്തത് വായിച്ചു നോക്കിയായിരുന്നോ? അവര് വായിച്ചു നോക്കിയോ? എന്തെങ്കിലൊക്കെ ഡൗട്ട് ഉണ്ടോ? നോക്കി എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഇപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? നമ്മള് മാർക്കറ്റിംഗില് പഠിക്കാനുള്ള മാർക്കറ്റിംഗിൽ എന്താ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ പഠിക്കാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലും ഒരു മാർക്കറ്റിംഗ് നേച്ചറിൽ തന്നെയാണല്ലോ പോകുന്നത്. ഞാൻ പറഞ്ഞായിരുന്നു, ഇപ്പൊ ഒരുപാട് ഹോസ്പിറ്റലുകൾ അല്ലെ ഒരു കോമ്പറ്റീഷൻ പോലെയാണ് മുതലെടുത്ത് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരു പ്രദേശത്ത് അല്ലെ ആ ഹോസ്പിറ്റലിൽ കൂട്ടിപ്പോകാതിരിക്കണമെങ്കിൽ ചില മാർക്കറ്റിംഗ് ടെക്നിക്സുകൾ കൈകാര്യം ചെയ്തു പോയാൽ മാത്രമാണ് ആ ഹോസ്പിറ്റലിനെ അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ആ മാർക്കറ്റിംഗ് മൈൻഡോട് കൂടിയിട്ട് ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കാനായിട്ട് വരുന്നത്. ഇതല്ലെങ്കിൽ സൗകര്യങ്ങൾ പേഷ്യന്റിനെ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുന്നതോടൊപ്പം തന്നെ കോസ്റ്റും കൂടി കൈകാര്യം ചെയ്യുക അല്ലെ. ഇറക്കുന്ന ചെലവിനേക്കാൾ അധികം സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള കുറച്ച് കുറഞ്ഞ പേയ്മെന്റിലൊക്കെ ഹോസ്പിറ്റലിന്റെ സൗകര്യങ്ങളൊക്കെ പ്രദാനം ചെയ്ത് കൊടുത്താൽ എന്താണ് ഹൈ കോസ്റ്റ് എന്താണ് എംപ്ലോയർ മുതൽ മുടക്കം നടത്തുന്നവർക്ക് ആവശ്യമായിട്ട് വരും. അപ്പൊ അതെല്ലാം ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള രീതിയിൽ മാത്രം അവലംബിച്ചാൽ മാത്രമാണ് ആ ഹോസ്പിറ്റൽ സ്ഥാപിക്കുന്നവർക്ക് ഒരു മാർക്കറ്റിൽ പിടിച്ചു നിന്ന് പോകാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്കറിയാം പല ഹോസ്പിറ്റലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പേഷ്യൻസ് അവർക്ക് ഇഷ്ടമുള്ള ഹോസ്പിറ്റൽ തിരഞ്ഞെടുക്കാനുള്ള ഒരു ചോയ്സ് ഉണ്ട് അല്ലെ. അപ്പോ പല ടെക്നിക്കുകളും ഇത് ചെയ്തിട്ട് വേണം ഹോസ്പിറ്റലുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടും അവിടുത്തെ സർവീസുകളൊക്കെ എന്താണ് വിതരണം ചെയ്യാനായിട്ടും പാടുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ മാർക്കറ്റിംഗിന്റെ ടെക്നിക്കുകൾ എന്താന്നുള്ളതാണ് ജസ്റ്റ് ഇവിടെ നമ്മൾ പഠിച്ചു പോകുന്നത്. ഓക്കെ ഓക്കെ അപ്പൊ നമ്മള് പഠിച്ച് പോകുന്നത് എന്താണ്, നമ്മളെന്താ ഇവിടെ വഴിയാ നമ്മൾ എടുത്തു നിർത്തിയത് പ്രൊഡക്റ്റ് സ്ട്രാറ്റജികളൊക്കെ കഴിഞ്ഞു അല്ലെ. പ്രൈസിങ് സ്ട്രാറ്റജി ഇതെല്ലാം കഴിഞ്ഞു. ഇവിടെ വരെ എടുത്തു നിർത്തിയത് ഡെവലപ്മെന്റ് ഓഫ് ന്യൂ പ്രൊഡക്ട്സ് ആൻഡ് ഡിസൈനിങ് ആൻഡ് ഓൾഡ് അത് സ്റ്റാർട്ട് ചെയ്തില്ലേ? ജസ്റ്റ് അത് സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലെ. ഒക്കെ വരുന്നുണ്ട്. ഒന്നുകൂടെ നോക്കാം. ഇനി ചിലപ്പോ ശരിയാവുമായിരിക്കും, ചിലപ്പോ സ്ക്രീനിങ് കാണുന്നില്ല. നോക്കട്ടെ. ഓക്കെ അല്ലേ? സ്ക്രീൻ കാണുന്നില്ലേ? ഓക്കെ ഓക്കെ വോയിസും ഓക്കെ അല്ലേ? അപ്പൊ നമ്മള് എവിടെ വരെയാ എടുത്തു നിർത്തിയത്? നമ്മളെ സ്ട്രാറ്റജീസ് എല്ലാം പറഞ്ഞു പോയി അല്ലേ. ഓക്കെ, പ്രൈസിങ് സ്ട്രാറ്റജി വരെ നമ്മൾ എടുത്തു നിർത്തി.
ഇനി നമുക്ക് പോകാനുള്ളത് ഡെവലപ്മെന്റ് ഓഫ് എ ന്യൂ പ്രൊഡക്റ്റ് ആൻഡ് റീഡിസൈനിങ് ആൻഡ് ഓൾഡ് വൺ അല്ലെ. നമ്മളിപ്പോ ഒരു പുതിയ പ്രൊഡക്റ്റ് ഉത്പാദിപ്പിക്കുക അല്ലെങ്കിൽ ഒരു പഴയ പ്രൊഡക്റ്റ് അതിനെ വീണ്ടും ഡിസൈൻ ചെയ്ത് വിപണിയിൽ ഇറക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. ഇൻ കേസ് നമ്മൾ ഹോസ്പിറ്റലുമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് പോയാലും ഇതിന് പ്രശ്നമില്ല. ഇപ്പൊ ഒരു പുതിയ ഹോസ്പിറ്റല് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പേജ് നമ്പറൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യാം. പുതിയ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ ഒരു പഴയ ഹോസ്പിറ്റലിനെ തന്നെ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്ത് വികസിപ്പിച്ചെടുത്തുകൊണ്ട് തന്നെ അതിനെ കൈകാര്യം ചെയ്ത് അല്ലെ വിപണിയിലേക്ക് അവരുടെ സേവനങ്ങളെ ലഭ്യമാക്കുന്ന ഒരു രീതിയാണ്. ഫസ്റ്റ്ലി അങ്ങനെയുള്ള ഒരു സ്റ്റാർട്ടിംഗ് ബിസിനസ് വരുമ്പോൾ അല്ലെങ്കിൽ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജനറേഷൻ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് ന്യൂ പ്രോഡക്റ്റ്. ഓക്കെ, നമുക്കറിയാം ഒരു ന്യൂ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു വിപണിയിൽ എത്തിക്കാനായിട്ട് ഏതെങ്കിലും ഒരു വ്യക്തികളുടെയോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിന്റെയോ മനസ്സിൽ വരുന്ന ഒരു ആശയമായിരിക്കും അല്ലെ. തീർച്ചയായിട്ടും അതിൽ പറയുന്നത് ഐഡിയ ബോൺ ഇൻ ദ മൈൻഡ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ്. അത് ഒരു ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ ഇൻഡിവിജ്വലിന്റെയോ മൈൻഡിലെ ഐഡിയാസ് വരുന്നതാണ്. ഒരു പുതിയ പ്രൊഡക്റ്റ് നമുക്ക് വിപണിയിൽ ഇറക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഓൾഡ് വണ്ണിനെ നവീകരിച്ചുകൊണ്ട് നമുക്ക് പുതിയതായിട്ട് കൈകാര്യം ചെയ്യാമെന്നുള്ളത് ഓരോ വ്യക്തികളുടെയോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിന്റെയോ മൈൻഡിൽ വരുന്ന കാര്യമാണ്. അതാണ് ഫസ്റ്റ് കാര്യം. സെക്കൻഡ് വന്ന് സ്ക്രീനിങ്. നമ്മളിങ്ങനെ ഒരു ആശയം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനടി ഞങ്ങൾ വിപണിയിലേക്ക് സാധനം ഉത്പാദിപ്പിച്ചിറക്കുകയാണ് ചെയ്യുന്നത് അല്ല. അതിന്റെ വരുംവരായികളൊക്കെ നമ്മൾ നന്നായിട്ട് വിശകലനം ചെയ്യും ഇല്ലേ, അങ്ങനെ ചെയ്യില്ലേ. ഐഡിയ ദാറ്റ് ഇറ്റ് മീറ്റ് അപ്പ് with the company objectives and the promise of good sales are taken into consideration if not the remote. Okay, നമുക്കറിയാം അങ്ങനെ ഒരു വിശകലനം നമ്മൾ ചെയ്യുന്നത്. അപ്പൊ സാധാരണ രീതിയിൽ നമുക്കറിയാം ഇതാണ് ആ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ആ ഒരു ഓണർ എന്താണോ ലക്ഷ്യം വെച്ചിരിക്കുന്നത്, ആ ഒരു ഗുഡ്സ് ഏത് ഗുഡ്സ് ആണോ ആ ഗുഡ്സ് ലക്ഷ്യം വെച്ച ഗുഡ്സ് സെയിൽ ചെയ്യാനായിട്ട് വിപണിയിൽ വിറ്റഴിഞ്ഞു പോകോ എന്നുള്ളത് ആദ്യം തന്നെ പരിഗണിക്കാം. നമ്മളൊരു ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്ത അവിടെ സേവനങ്ങൾ ലഭ്യമാകാനായിട്ട് പേഷ്യൻസ് വരുമോ ഇല്ലേ എന്നുള്ളത് ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാതെ നമ്മളൊരു ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ആരും പേഷ്യൻസ് വന്നില്ലെങ്കിൽ അതുകൊണ്ട് വല്ല നേട്ടം ഉണ്ടാവുമോ? ഗുഡ്സ് ഉത്പാദിപ്പിച്ചാല് സെയിൽ ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ സേവനങ്ങൾ കൊടുക്കാന്ന് വെച്ചാലും അത് കൈപ്പറ്റാനായിട്ടുള്ള വ്യക്തികൾ ഉണ്ടായിരിക്കണം അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരാശയം മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് മാർക്കറ്റിൽ അത് കമ്പോളം അല്ലെ കമ്പോള നിലവാരമുള്ളതായി മാറുമോ എന്നുള്ളത് തീരുമാനിക്കേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ നമ്മളത് വേണ്ടാന്ന് വെക്കും, ഉണ്ടെങ്കിൽ അതുമായി മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിക്കും. ഓക്കെ, മാർക്കറ്റില് ശരിയായിരിക്കും. ഇപ്പൊ ഒരു കാർഡിയോളജിസ്റ്റ് ഹോസ്പിറ്റൽ തുടങ്ങാനാണ്, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി ഏതെങ്കിലും ഒരു പെണ്ണിന്റെ ഒരു പ്രൊഡക്ഷൻ ഉത്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അത് മേടിക്കാനായിട്ട് വ്യക്തികൾ ഉണ്ടാവും അല്ലെ. അത് കൃത്യമായിട്ട് തന്നെ ഉണ്ട് എങ്കിലാണ് മാർക്കറ്റിലേക്ക് വിപണനം ചെയ്യാനായിട്ട് നമ്മൾ തീരുമാനത്തിലേക്ക് എത്തുള്ളൂ. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ യൂസിങ് ചെക്ക് ലിസ്റ്റ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ഫാക്ടേഴ്സ് സച്ച് ആസ് ഫീച്ചേഴ്സ് ഓർ ക്വാളിറ്റി ഓഫ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ്. ഓക്കെ, നമുക്കറിയാം ഇപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന വസ്തുക്കളുടെ ക്വാളിറ്റി അല്ലെ ഗുണമേന്മ അല്ലെങ്കിൽ ആ സർവീസ് കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അല്ലെ അതിന് ക്വാളിറ്റി ഉണ്ടോ, അത് കൈപ്പറ്റാനായിട്ട് വ്യക്തികൾ വരുമോ. ഒരു ട്യൂഷൻ സെന്റർ തുടങ്ങുമ്പോൾ അവിടെ കുട്ടികൾ വരുമോ, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ തുടങ്ങുമ്പോൾ അവിടെ മതിയായ പേഷ്യൻസ് വരുമോ, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് മേടിക്കാനായിട്ട് അർഹരായ കസ്റ്റമേഴ്സ് ഉണ്ടാവോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും പരിഗണിക്കേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെ പറയുന്ന കാര്യമാണ് അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ ഓർ പേഴ്സണൽ. നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റൽ തുടങ്ങിയ അല്ലെങ്കിൽ സ്കൂൾ തുടങ്ങിയ എന്തെങ്കിലും തുടങ്ങുകയാണെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ മതിയായ ഹ്യൂമൻ റിസോഴ്സ് അവിടെ ഉണ്ടാവോ അല്ലെ, അവിടെ മതിയായ പീപ്പിൾസ് വർക്ക് ചെയ്യാനുണ്ടാവോ എന്നുള്ളത് പരിഗണിക്കണം. അല്ലെങ്കിൽ പ്രോഡക്റ്റ് ആണെങ്കിൽ അത് ഉത്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സംസ്കൃത വസ്തുക്കൾ ലഭ്യമാകുമോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട് അല്ലെ. ചിലപ്പോ പുറത്തുനിന്ന് ഭയങ്കര പൈസ അല്ലെ ഫിനാൻസ് ചെലവാക്കി നമ്മളൊരു പ്രോഡക്റ്റ് ഇമ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു വസ്തുവാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള എക്സ്പെൻസ് മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ നമ്മളിപ്പോ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഏതൊരു സേവനത്തിനും പുറത്തുനിന്ന് വ്യക്തികളെ കണ്ടെത്തി നമ്മൾക്ക് അല്ലെ ക്യാഷ് പേയ്മെന്റ് കൊടുത്തിട്ട് അവരെ കണ്ടെത്തി കൈകാര്യം ചെയ്യുമ്പോൾ അതിന് ഒരുപാട് എക്സ്പെൻസ് വേണ്ടി വരും അല്ലെ. അതേസമയം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് വെച്ചിട്ട്
അത് ഹ്യൂമന്റെ ആണെങ്കിലും അസംസ്കൃത വസ്തുക്കളുടെ ആണെങ്കിലും അല്ലെ, നമ്മളിപ്പോ ഒരു സാധനം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ റോ മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആയതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ആശയം വരുന്നത്. അതല്ലെങ്കിൽ ഒരു നല്ലൊരു ഡോക്ടർ, ഒരു വീട്ടിൽ ഒരു ഡോക്ടർ ഉണ്ടാവുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ക്ലിനിക്ക് തുടങ്ങണമെന്നുള്ളത് അവിടെ ഹ്യൂമൻ റിസോഴ്സ് ആയിട്ട് അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ടായിരിക്കും അല്ലെ. ഒരു ക്ലിനിക്ക് സ്ഥാപിക്കണമെങ്കിൽ അതിന് അവൈലബിൾ ആയിട്ടുള്ള ഒരു റിസോഴ്സ് ഉള്ളത് കൊണ്ടായിരിക്കും. അപ്പൊ അതുണ്ടോ എന്നുള്ള ഒരു ആശയം കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ ഒത്തിരി പേഴ്സൺസ് ഉണ്ടെങ്കിൽ അതിന്റെയും കൂടി അവൈലബിലിറ്റി ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ദെൻ കമ്പനീസ് കേപ്പബിലിറ്റീസ്, അതായത് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന കമ്പനി അല്ലെങ്കിൽ ഓർഗനൈസേഷന് അത് താങ്ങാനുള്ള ഫിനാൻഷ്യൽ കപ്പാസിറ്റിയും കൂടി അല്ലെ, കേപ്പബിലിറ്റിയും കൂടി ആ ഒരു കമ്പനിക്ക് ഉണ്ടോ എന്നുള്ള കാര്യം. ഒരു പേഴ്സണെ നിർത്തി നമ്മളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഉത്പാദിപ്പിക്കുകയാണെങ്കിൽ അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളത് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. അതിന്റെ ഒരു ആശയം വരുന്നു. ആ ആശയം കമ്പോളത്തില് മാർക്കറ്റബിൾ ആണോ എന്ന് മനസ്സിലാക്കുന്നു. മാർക്കറ്റബിൾ ആവണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്, അതെങ്ങനെയാണ് ഉത്പാദിപ്പിക്കുക അല്ലെ, ആ ഒരു സേവനം എങ്ങനെയാണ് ലഭ്യമാക്കുക, അതിന് മതിയായ സോഴ്സുകൾ ഉണ്ടോ എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട്. ഒപ്പം ഫിനാൻഷ്യൽ ആയിട്ടുള്ള കേപ്പബിലിറ്റി ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഓക്കെ, ക്ലിയർ ആവുന്നില്ലേ? ഓക്കെയാണോ? ഭക്ഷണമൊക്കെ കഴിച്ച് ബോറടിക്കുന്ന ഒരു സബ്ജക്റ്റ് ആയിട്ട് വന്നേക്കാണ് അല്ലെ. ഓക്കെയാണ്. നെക്സ്റ്റ് നോക്കിയാണെങ്കിൽ ഫെസിലിറ്റീസ് റിക്വയർഡ്, അതായത് ഇതിനാവശ്യമായിട്ടുള്ള അടിസ്ഥാന, ഇപ്പൊ ഒരു ഈ വിപണനം നടത്താൻ ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാവണം അല്ലെ. ഡിസ്ട്രിബ്യൂഷനായിട്ട് ചിലപ്പോൾ നമുക്കറിയാം ഒരു ഹോസ്പിറ്റലൊക്കെ തുടങ്ങണമെങ്കിൽ മതിയായ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഉള്ള പ്ലേസിലായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലെ. അതല്ലെങ്കിൽ പേഷ്യൻസിനൊന്നും എത്തിപ്പെടാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫെസിലിറ്റീസും കൂടി പ്രധാനമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ച് അനലൈസ് ചെയ്യേണ്ടതാണ്. സ്റ്റെപ്പ് 3 പറയുകയാണെങ്കിൽ ബിസിനസ് അനാലിസിസ്. എന്താണ് ബിസിനസ് അനാലിസിസിൽ പറയുന്നത്? ഇവാലുവേഷൻ ഓഫ് ഓവറോൾ കോംപ്രഹെൻസീവ് മാർക്കറ്റ് പൊട്ടൻഷ്യൽ. നമ്മൾ എപ്പോഴും എന്താണ് വിപണിയെ അല്ലെ, വിപണിയെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഒരു സാധനം ഉത്പാദിപ്പിക്കാൻ എന്ന് പറഞ്ഞു അല്ലെ. അവിടെ തീർച്ചയായിട്ടും എന്താണ് ഒരു സമഗ്രമായിട്ടുള്ള ഒരു മാർക്കറ്റ് അവൈലബിൾ ആണോ എന്നുള്ളത് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പൊ ഇതൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും അത് ഒരുപാട് ബൾക്കായിട്ട് ഉത്പാദിപ്പിച്ചിട്ട് വിറ്റഴിഞ്ഞ് പോയില്ല എങ്കിൽ വലിയ നഷ്ടമായിരിക്കും അല്ലെ. അതേപോലെ തന്നെ ഒരു സേവനം നമുക്ക് ലഭ്യമാക്കണമെന്ന് ഉറപ്പുവരുത്തി ഒരുപാട് കോസ്റ്റ് മുടക്കി ഒരു ബിൽഡിംഗ് ഒക്കെ പണിത് അവിടെയുള്ള ഹ്യൂമൻ റിസോഴ്സിനൊക്കെ നിയമിച്ച് അവർക്ക് സാലറി ഒക്കെ അവൈലബിൾ ആക്കിയിട്ട് കൃത്യമായിട്ട് എന്താണ് അതിന്റെ അർഹരായ പേഴ്സൺസ് ഒന്നും എത്തിയില്ലെങ്കിൽ, കസ്റ്റമേഴ്സ് എത്തിയില്ലെങ്കിൽ അതും നഷ്ടമായിട്ട് മാറും അല്ലെ. അപ്പൊ അത് ബിസിനസ് അനാലിസിസിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കോംപ്രഹെൻസീവ് ആയിട്ടുള്ള മാർക്കറ്റ് പൊട്ടൻഷ്യൽ അല്ലെ, മതിയായ രീതിയിലുള്ള മാർക്കറ്റ് അവൈലബിലിറ്റി ഉള്ളതെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഫിനാൻഷ്യൽ റിസോഴ്സസ് ഫോർ പ്രൊഡക്ഷൻ, പ്രൊമോഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷന്. നമുക്കറിയാം ഇത് ഉത്പാദിപ്പിക്കണമെങ്കിലും അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു പ്രൊമോഷൻ അല്ലെ അതൊന്ന് വികസിപ്പിച്ചെടുക്കണമെങ്കിലും അല്ലെങ്കിൽ അത് വിതരണം ചെയ്യുന്നതിലും എല്ലാത്തിനും നമുക്കറിയാം പ്രധാനമായിട്ടും ഒരു കാര്യം ആവശ്യമാണ്. എന്തായിരിക്കും ആവശ്യമായിട്ടുള്ള കാര്യം? ഒരു സാധനം ഉത്പാദിപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ അതൊന്ന് വികസിപ്പിച്ച് പാക്കിംഗ് ഒക്കെ നടത്തി അല്ലെങ്കിൽ അത് നല്ല രീതിയിലൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് ആവശ്യം വരുന്ന ഒരു സംഭവം എന്താണ്? അതിപ്പോ ഒരു സർവീസ് ആണെങ്കിലും അതെ, അത് നമ്മൾ നല്ല രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്നൊക്കെ ഉള്ള ഒരു കണ്ടീഷനിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അവിടെയുള്ള ഹ്യൂമൻ റിസോഴ്സിനൊക്കെ അവൈലബിൾ ആക്കി എടുക്കുമ്പോൾ പ്രധാനമായിട്ടും അതിന് എന്താവശ്യമാണ്? ഫണ്ട് ആവശ്യമാണ്. ഫിനാൻസ് വേണ്ടി വരില്ലേ? ഫിനാൻഷ്യൽ റിസോഴ്സസ് വേണ്ടി വരില്ലേ? വേണ്ടി വരുമോ? വേണ്ടി വരില്ല. ഇതൊക്കെ ചെയ്യുന്നതിന് വേണ്ടി വരും അല്ലെ. അപ്പൊ ഫിനാൻഷ്യൽ റിസോഴ്സസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ഗ്രോത്ത് റേറ്റ് ആൻഡ് പ്രൊഡക്ട്സ് കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത്. ഓക്കെ, ഇത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതിന്റെ വളർച്ചാ നിരക്ക് വികസിപ്പിച്ചു പോകണമെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് അതിന് അനുസൃതമായിട്ടുള്ള ഫണ്ട് അവൈലബിൾ ആയിരിക്കണം. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്. നിങ്ങളിങ്ങനെ ബൈ ഹാർട്ട് ഒന്നും പഠിക്കൊന്നും വേണ്ട. സ്റ്റെപ്സുകൾ ജസ്റ്റ് ഒന്ന് ആ ഒരു പോയിന്റ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കി പോവുക. ഓക്കെ, പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ് പറയുന്നത്? മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ്സ് ഫീഡ്ബാക്ക് ഓഫ് കൺസ്യൂമർ റിയാക്ഷൻ, വാൺസ്, പാക്കേജിംഗ്, ബ്രാൻഡിംഗ് എക്സെട്ര. ഓക്കെ,
നമ്മളിപ്പോ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് കൺസ്യൂമേഴ്സിൽ നിന്ന് അല്ലെ ഉപഭോക്താക്കളിൽ നിന്ന് എന്താണ് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന സാധനമാണെങ്കിലും സേവനമാണെങ്കിലും അത് അവര് കൈകാര്യം ചെയ്യുമ്പോൾ അല്ലെ അവരത് മേടിക്കുമ്പോൾ അല്ലെങ്കിൽ ആ സേവനങ്ങൾ അവർ നേടിയെടുക്കുമ്പോൾ എന്താണ് അവരുടെ പ്രതികരണം എന്ന് അറിയേണ്ടതുണ്ടാവും. തീർച്ചയായിട്ടും അവരെന്തൊക്കെയാണ് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നമുക്ക് അറിയണമെന്നുണ്ടാവും. അതനുസരിച്ചിട്ട് പാക്കിങ്ങിലും അല്ലെങ്കിൽ ബ്രാൻഡിങ്ങിലും എന്തെങ്കിലുമൊക്കെ വേരിയേഷൻസ് അല്ലെ ഇപ്പൊ ഒരു കൊച്ചുകുട്ടികളാണെങ്കിൽ നമ്മളൊരു സാധനം അവർക്ക് വേണ്ടിയിട്ടാണ് ഉത്പാദിപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവരെ കളർഫുൾ ആയിട്ടുള്ള ഒരു സാധനമായിരിക്കും അവർ ആഗ്രഹിക്കുന്നത് അല്ലേ. അപ്പൊ അതിന്റെ ബ്രാൻഡ് നെയിം ഒക്കെ ആയിരിക്കും അവർ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നത്. അപ്പൊ അവരിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അത് പിടിച്ചു നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും പേഷ്യൻസിൽ നിന്നും കുറെ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. പേഷ്യൻസ് എന്താണ് ആഗ്രഹിക്കുന്നത്, നല്ല കൃത്യമായിട്ടുള്ള പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലായിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. അതായത് അവർ വന്ന് ഒരുപാട് സമയം അവരെ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ അവർ ആഗ്രഹിക്കില്ല അല്ലെ. കൃത്യസമയത്തൊക്കെ ഡോക്ടേഴ്സിനൊക്കെ കണ്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകാനായിരിക്കും അവർ ആഗ്രഹിക്കുന്നത് അല്ലെ. പേഷ്യൻസ് അതല്ലേ ആഗ്രഹിക്കുക. അതോടൊപ്പം തന്നെ നീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ആഗ്രഹിക്കും. നല്ല ഡോക്ടറിന്റെ സേവനങ്ങൾ ആഗ്രഹിക്കും. നഴ്സുമാരുടെ ആണെങ്കിലും നല്ല സേവനങ്ങളൊക്കെ ആയിരിക്കും അവർ ആഗ്രഹിക്കുന്നത് അല്ലെ. അപ്പൊ പേഷ്യൻസിൽ നിന്നും ഈ ഒരു പ്രത്യേകമായിട്ടുള്ള റിയാക്ഷൻസ് തിരിച്ചറിയേണ്ടതുണ്ട്. ഇപ്പൊ പ്രോഡക്റ്റ് ആണെങ്കിലും കൺസ്യൂമേഴ്സിൽ നിന്നും അല്ലെ ഉപഭോക്താക്കളിൽ നിന്നും ഈ ഒരു പ്രൊഡക്ഷനോടുള്ള അവരുടെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണെന്നുള്ളത് തീർച്ചയായിട്ടും അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ആവശ്യകതയുണ്ട്. Then engineering department changes the idea into a final product. ഓക്കെ, നമ്മൾ ഈ ഇത്തരത്തിലുള്ള ഐഡിയാസ് ഒക്കെ എന്തിനാണ് അറിയണമെന്ന് പറയുന്നത്? അതൊക്കെ അറിഞ്ഞിട്ട് വെറുതെ എന്താ പറയുന്നത് ഫീഡ്ബാക്ക് ആയിട്ട് കയറ്റി വെക്കാൻ വേണ്ടിയിട്ടല്ല അല്ലെ. ഇതിന് വേണ്ടിയിട്ടായിരിക്കും ഈ ഐഡിയാസ് ഒക്കെ അറിയുന്നത്. ബിസിനസ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഐഡിയാസും കൂടി അതിന്റെ ഉള്ളിൽ ഉൾക്കൊള്ളിക്കും അല്ലെ. ഓക്കെ, അപ്പോ പേഷ്യൻസ് പറയാണ് ഞങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള സമയത്തിന് ഡോക്ടേഴ്സിനെ കിട്ടുന്നില്ല, അവരെ കാണാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു കംപ്ലൈന്റ് വരികയാണെങ്കിൽ എന്താണ് അവര് ആ ഒരു പ്രോബ്ലം മാറാനായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് അനലൈസ് ചെയ്ത് അത് ഒഴിവാക്കും. അതേപോലെ തന്നെ എന്തെങ്കിലും അല്ലെ മറ്റെന്തെങ്കിലും ഇപ്പൊ എവിടെയെങ്കിലും ക്ലീനിങ് കാര്യങ്ങളൊന്നും കൃത്യമായിട്ടില്ല എങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് നോക്കും. അങ്ങനെ ഇവര് പേഷ്യൻസിനെ സംതൃപ്തി കൊടുക്കുമ്പോൾ എന്താ പ്രത്യേകത? പേഷ്യൻസ് വീണ്ടും നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ എന്താണ് ഡോക്ടറെ വിസിറ്റ് ചെയ്യാനായിട്ട് വരും ഇല്ലേ, ഉണ്ടാവില്ലേ? കാരണം നമുക്കറിയാം പേഷ്യൻസ് ആണ് ഹോസ്പിറ്റലിന്റെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള പേഷ്യൻസിനെ തൃപ്തിപ്പെടുത്തി കൊടുത്താൽ മാത്രമാണ് ഒരു പുതിയ ഹോസ്പിറ്റൽ ആണെങ്കിലും അല്ലെങ്കിൽ പഴയ ഹോസ്പിറ്റലിനെ ഒന്ന് അംഗീകരിപ്പിച്ച് പുതിയൊരു ഹോസ്പിറ്റലായിട്ട് ലോഞ്ച് ചെയ്താലും അത് പിടിച്ചു നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും കസ്റ്റമേഴ്സ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ അവരുടെ ആവശ്യങ്ങളെല്ലാം തൃപ്തിപ്പെടുത്തി കൊടുക്കണം എന്റെ. അപ്പൊ അതിനനുസരിച്ചിട്ട് എന്താണ് എഞ്ചിനീയേഴ്സ് എന്താണ് ഈ ഒരു ഫീഡ്ബാക്ക് വെച്ചിട്ട് ചേഞ്ചസ് ഒക്കെ വരുത്തും. ഓക്കെ, അതാണ് സ്റ്റെപ്പ് 4 പ്രൊഡക്റ്റ് ഡെവലപ്മെന്റില് എടുത്തു പറയുന്നത്. ദെൻ ടെസ്റ്റ് മാർക്കറ്റിംഗ്. വീണ്ടും എന്താണ് കൺസ്യൂമേഴ്സ് റിയാക്ഷൻസ് ടു ന്യൂ പ്രൊഡക്റ്റ്. നമ്മൾ പറഞ്ഞ ചേഞ്ചസ് ഒക്കെ വരുത്തിയതിനു ശേഷമുള്ള പ്രൊഡക്റ്റ് സേവനങ്ങളെല്ലാം പുതിയ പേഷ്യൻസ് അല്ലെ വരുന്ന പേഷ്യൻസിന് അല്ലെങ്കിൽ പുതിയ കസ്റ്റമേഴ്സിനൊക്കെ അവൈലബിൾ ആക്കി കൊടുക്കുന്നു. ദെൻ കമേഴ്ഷ്യലൈസേഷൻ. അപ്പോൾ അവർ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ ഓക്കെ അവരെല്ലാം തൃപ്തികരമാണ് എങ്കിൽ അത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഒരുപാട് പേഷ്യൻസ് നമ്മുടെ ഹോസ്പിറ്റലിൽ നല്ല അല്ലെ നല്ല ഒരു തിരക്കോട് കൂടിയ ഒരു ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയർ ഫീൽ ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഓക്കെ നമ്മളെടുത്ത നിലപാടുകളെല്ലാം ഓക്കെയാണ് അല്ലെ. അങ്ങനെ അതെന്താണ് ഫുൾ സ്കെയില് മാർക്കറ്റിംഗിലേക്ക് അത് ആ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആക്കി ലഭ്യമാക്കുന്നു. അങ്ങനെ വാണിജ്യവൽക്കരണം നടത്തി നമ്മുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സേവനങ്ങൾ എന്താണ് പൊതു വിപണിയിൽ നമുക്ക് വിറ്റഴിയാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, ക്ലിയർ ആയോ? നിങ്ങളൊരു ഐഡിയ കിട്ടിയോ? ഹോസ്പിറ്റലായിട്ട് ഒരു ചെറിയ കണക്ഷൻ വരുന്നില്ലേ? ഓക്കെ, അതുകൊണ്ടാണ് മാർക്കറ്റിംഗ് എന്നുള്ളത് നമ്മൾ പഠിക്കാൻ കാരണം ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ആ ഹോസ്പിറ്റലിലേക്ക് ആരും വരാൻ സാധ്യതയില്ല അല്ലെ. ഹോസ്പിറ്റലില് കസ്റ്റമേഴ്സ് ആയിട്ടുള്ള പേഷ്യൻസിൻ്റെതായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ ഒന്നും തൃപ്തി കൊടുത്തില്ല എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ഹോസ്പിറ്റലിലേക്ക് ആരും വരില്ല, ഹോസ്പിറ്റലിൽ കൂട്ടി പോകേണ്ട അവസ്ഥ വരും. ഓക്കെ, പ്രോഡക്റ്റ് ആണെങ്കിലും അങ്ങനെ തന്നെ ഒരു പുതിയ പ്രോഡക്റ്റിന് മതിയായ കസ്റ്റമേഴ്സ് ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ആ പ്രോഡക്റ്റ് നിലച്ചു പോകും. ഓക്കെ, അതിന്റെ എന്താണ് പിന്നീടുള്ള പ്രൊഡക്ഷൻ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റിയെന്ന് വരിക. ഓക്കെ, അപ്പൊ ആ ഒരു അതില് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കാം. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതാണോ? സ്റ്റെപ്പ് 3 നോക്കാം. ബിസിനസ് അനാലിസിസ് അല്ലെ, എവാലുവേഷൻ ഓഫ് ഓവറോൾ കോംപ്രിഹെൻസീവ് മാർക്കറ്റ് പൊട്ടൻഷ്യൽ. അതായത് നമ്മളിപ്പോ അല്ല ഒരു വിപണിയിലെ നമ്മളിങ്ങനെ ഒരു ടെസ്റ്റിംഗ് നടത്തുകയാണ്. ഇപ്പൊ തീർച്ചയായിട്ടും എന്താണ് പ്രൊഡക്ഷൻ നല്ലതാണോ ചീത്തയാണോ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പ്രൊഡക്റ്റിന്റെ ഡെവലപ്മെന്റ് സ്റ്റേജിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ എന്താണ് ബിസിനസ് അനാലിസിസ് നടത്തണം അല്ലെ. ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉത്പാദിപ്പിക്കുമ്പോഴേ ഒരു ശ്രദ്ധയും ഇല്ലാതെ നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഉത്പാദിപ്പിച്ചിട്ട് വിപണിയിൽ ഇറക്കില്ല അല്ലെ. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തതിനു ശേഷമാണ് ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആവുമോ അല്ലെ, അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ മാർക്കറ്റിങ്ങിന്റെ സ്വഭാവങ്ങൾ അറിയാൻ പറ്റും. എന്താണ് ഒരു സ്കൂൾ തുറക്കുന്ന ടൈമില് അല്ലെങ്കിൽ ഓണം സീസൺ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുന്ന സീസൺ ആയിരിക്കും. ആ ടൈം അനുസരിച്ചിട്ടാണ് സാധനങ്ങൾ എന്താണ് ഇറക്കുക അല്ലെ, പ്രൊഡക്റ്റുകളൊക്കെ ഉത്പാദിപ്പിച്ചിറക്കുക. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലും ഉണ്ട് ഈ ഒരു ചേഞ്ചസും കാര്യങ്ങളൊക്കെ അല്ലെ. നമുക്കറിയാം കൂടുതൽ രോഗികൾ ഹോസ്പിറ്റലിൽ വരുന്ന ഒരു ടൈമുണ്ട്. അത് ഏത് ടൈമായിരിക്കും? റെയിനി സീസൺ ഒക്കെ ആകുമ്പോൾ കുറെ കൊച്ചു കുട്ടികൾക്കൊക്കെ അല്ലെ, പീഡിയാട്രീഷ്യനൊക്കെ ആയിരിക്കും കൂടുതൽ തിരക്ക് അല്ലേ, ഉണ്ടാവില്ലേ? ഉണ്ടാവും അല്ലെ. അപ്പൊ അവിടെ എന്താണ് ഓവറോള് കോംപ്രിഹെൻസീവ് മാർക്കറ്റ് പൊട്ടൻഷ്യൽ അല്ലെ, അവിടെ വിപണിയിലെ സമഗ്രമായിട്ടൊരു അവലോകനം നടത്തിയിട്ടാണ് നമ്മൾ വിപണിയെ കീഴടക്കുന്നത്. അപ്പൊ അവിടെ നെക്സ്റ്റ് ഇതിൽ പറയുന്നത് ഫിനാൻഷ്യൽ റിസോഴ്സസ് ഫോർ പ്രൊഡക്ഷൻ പ്രൊമോഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അവിടെ എന്താണ് ഇത്തരത്തിലുള്ള സാമഗ്രികൾ ഇറക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് ഉണ്ടോ എന്ന് അല്ലെ. നമ്മളിപ്പോ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഏത് സേവനമാണെങ്കിലും അത് ലഭ്യമാകുന്നതിന് മുമ്പ് അതിന് മതിയായ റിസോഴ്സസ് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം അല്ലെ. റിസോഴ്സസ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള റിസോഴ്സസുകൾ ഉണ്ടെന്ന് നമുക്കറിയാം. ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ട്, അതേമാതിരി തന്നെ മെഷീനറിയും പലതരത്തിലുള്ള റിസോഴ്സുകൾ ഉണ്ട് അല്ലെ. ഫണ്ട് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള റിസോഴ്സസ് ആണ്. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള റിസോഴ്സസുകൾ അവൈലബിൾ ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തുന്നത്. നമ്മളിപ്പോ ഒരു വലിയ പ്രൊഡക്റ്റ് ഉത്പാദിപ്പിക്കാൻ ഉദ്ദേശിച്ച് ചെറിയ പ്രൊഡക്റ്റ് ഉത്പാദിപ്പിക്കാനോ ഉദ്ദേശിക്കാനായിട്ട് പീപ്പിൾസിന് അല്ലെങ്കിൽ ഒരു കൂട്ടം ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന് താല്പര്യം ഉണ്ടാകും. അപ്പൊ ഏതൊരു ഇൻഡിവിജ്വലിനാണെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനാണെങ്കിലും ഏത് പ്രൊഡക്റ്റ് ഉത്പാദിപ്പിക്കുന്നതിന് മുമ്പും അത് ഉത്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് ഉണ്ടോ എന്ന് മനസ്സിലാക്കേണ്ടത്, ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമായ ഘടകമാണ്. പ്രൊമോഷൻ, നമ്മളിപ്പോ പുതിയത് അല്ലെ ഇച്ചിരി കൂടി വികസിപ്പിച്ച് നമ്മൾ ഉത്പാദിപ്പിക്കണമെന്ന് വിചാരിച്ചു. അപ്പോഴും നമുക്ക് എന്താവശ്യമാണ്? ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു പൊസിഷൻ ആവശ്യമാണ്. ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമ്പോഴും അല്ലെ, നമ്മളിപ്പോ ഒരു സാധനം എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ്, അവിടെ നമ്മൾ എന്താണ് അവിടെയും കുറച്ച് ഫണ്ട് ആവശ്യമാണ്. അതുമാതിരി തന്നെ നമ്മളിപ്പോ ഉത്പാദിപ്പിക്കുന്ന വസ്തുക്കൾ ചിലപ്പോ മറ്റു സ്റ്റേറ്റുകളിൽ നിന്ന് വരുത്തിയിട്ടാണ് ഉത്പാദിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെയും കുറച്ച് അല്ലെ ടാക്സും കാര്യങ്ങളൊക്കെ അടച്ചുകൊണ്ടുള്ള ഒരു ഫണ്ട് നമുക്ക് നേരത്തെ കൂട്ടി കണ്ടെത്തേണ്ടതുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് മാത്രമാണ് നമ്മളൊരു ഉത്പാദനത്തിലേക്ക് കടക്കാനായിട്ട് പാടുള്ളൂ. നമ്മളൊരു പുതിയ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് വിപണിയിൽ ഇറക്കുന്ന കാര്യമാണ് പ്രൊഡക്ഷൻ ഡെവലപ്മെന്റിൽ വരുന്നത്. അതുവരേക്കും ആ പ്രോഡക്റ്റ് ഇറക്കുന്നതിന് മുമ്പ് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ചിന്തിക്കണം അല്ലെ. ആ പ്രോഡക്റ്റ് കിട്ടുമോ? അത് നേരത്തെ അയക്കും മുമ്പ് നമ്മൾ പറഞ്ഞു ഒരു പ്രോഡക്റ്റ് ഉത്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ഉണ്ടോ, ഹ്യൂമൻ റിസോഴ്സ് ഉണ്ടോ എന്നൊക്കെ ഉള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇങ്ങനെയൊക്കെയുള്ള റിസോഴ്സുകളെ കണ്ടെത്താൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് ഉണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ചിലർക്ക് ഫണ്ട് ഉണ്ടായാൽ കൂടി ചിലപ്പോൾ റിസോഴ്സസ് ഉണ്ടാവണമെന്നില്ല അല്ലെ. ഹ്യൂമൻ റിസോഴ്സിനെ കണ്ടെത്താനായിട്ടൊക്കെ പറ്റിയെന്ന് വരില്ല. ചിലർക്ക് റിസോഴ്സസ് ഓക്കെ, ചിലപ്പോൾ ആണെങ്കിൽ വീട്ടിൽ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഒരു ക്ലിനിക്ക് തുടങ്ങണം അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഷോപ്പ് തുടങ്ങണം, ചിലപ്പോൾ ഫാർമസിസ്റ്റ് അല്ലെ, അതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് ഉണ്ടാവുന്ന വരും, പക്ഷെ ഫണ്ട് ഉണ്ടാവണമെന്നില്ല. അപ്പൊ രണ്ടും എന്താണ് ഒത്തൊരുമിച്ച് പോയാൽ മാത്രമാണ് ഒരു സ്റ്റാർട്ടിംഗ് ബിസിനസ്സിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുക. അപ്പൊ ഫിനാൻഷ്യൽ റിസോഴ്സസ് ഫോർ പ്രൊഡക്ഷൻ പ്രൊമോഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഇതിലെല്ലാം എന്താവശ്യമാണ്? ഫിനാൻസ് മസ്റ്റ് ആയിട്ടും ആവശ്യമാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, പിന്നെ അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ഈ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള അല്ലെ, നമുക്കറിയാം ഇപ്പോ മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ഒരു ബിസിനസ് വിജയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഫണ്ട് ഇറക്കി അതിനനുസരിച്ചിട്ടുള്ള സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് ആ ഒരു അല്ലെ ഗ്രോത്ത്, ആ ഒരു മാർക്കറ്റിൽ നമ്മുടെ ബിസിനസ്സിനെ വളർച്ച അല്ലെ അതിന്റെ വളർച്ച വികസിപ്പിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കൂ. അപ്പൊ തീർച്ചയായിട്ടും ബിസിനസ് അനാലിസിസ് നടത്തുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണ്.
ഓക്കെ ആണോ? ഓക്കെ, വേറെ എന്തെങ്കിലും? കണ്ടിന്യൂ ചെയ്യാം. എത്ര സ്റ്റെപ്സ് ഉണ്ട്? സ്റ്റെപ്സ് എന്നുള്ള രീതിയിൽ ചോദിക്കാം, അല്ലെങ്കിൽ വാട്ട് ഇസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ ഉണ്ടാവാം അല്ലെ. അപ്പൊ ആ രീതിയിലൊക്കെ നിങ്ങൾ ആ ഓർഡർ അനുസരിച്ചിട്ട് തന്നെ മനസ്സിലാക്കി പഠിക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജനറേഷൻ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് എ ന്യൂ പ്രോഡക്റ്റ്. സെക്കൻഡ് സ്ക്രീനിങ്. ദെൻ സ്ക്രീനിങ്ങിലെ പല കാര്യങ്ങളും നമ്മൾ എടുത്ത് പറയുന്നുണ്ട് അല്ലെ, ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ട്. ദെൻ അതേമാതിരി തന്നെ അവിടെ അവൈലബിലിറ്റി ഉറപ്പുവരുത്തുന്നുണ്ട്. ദെൻ എന്താണ്, ഡിസ്ട്രിബ്യൂഷനൊക്കെ മതിയായ ഫെസിലിറ്റി ഉണ്ടോ എന്നും ഉറപ്പുവരുത്തുന്നുണ്ട്. ഓക്കെ, നമുക്കറിയാം അത് അല്ലെ, സാധനങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ടുള്ള സാഹചര്യം കൂടി ഉണ്ടാവും. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ബിസിനസ് അനാലിസിസ്. അത് ബിസിനസ് ഫീൽഡിലേക്ക് പോകുമ്പോൾ ഈ തന്ത്രപരമായിട്ടുള്ള രീതിയിൽ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഈ കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ മസ്റ്റ് ആയിട്ടും അവിടെ പുതിയ അവർക്ക് ചേരുന്ന തരത്തിലുള്ള ഒരു ഐറ്റം ആയിരിക്കണം അല്ലെ. ആ സമയത്തും ആ സാഹചര്യത്തിനൊക്കെ അനുകൂലമായിട്ടുള്ള ഐറ്റംസ് ആയിരിക്കണം. ദെൻ അതേപോലെ തന്നെ അതിന് മതിയായ ഫണ്ടും ആവശ്യമാണ്. ദെൻ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്. നമുക്കറിയാം അത് പ്രൊഡക്റ്റ് വികസിപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ റിയാക്ഷൻസ് അല്ലെ, അത് സാധനങ്ങൾ എന്താണെന്നുള്ളത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ അവരുടെ റിയാക്ഷൻസ്. ചിലപ്പോ ഒക്കെ നമുക്കറിയാം പുതിയ പുതിയ പ്രൊഡക്റ്റ് ഒക്കെ ഉത്പാദിപ്പിക്കുമ്പോൾ അവർ ടെസ്റ്റ് ഡോസ് തരും അല്ലെ. ടെസ്റ്റ് ഒന്നും കൊടുക്കാതെ തന്നെ ടെസ്റ്റ് ഡോസുകൾ ഇതൊക്കെ തരും. അപ്പൊ അവരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് അല്ലെ അവരിൽ നിന്ന് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കസ്റ്റമേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൽ നിന്ന് അവരുടെ റിയാക്ഷൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അതനുസരിച്ച് എഞ്ചിനീയേഴ്സ് ചേഞ്ചസ് ഒക്കെ വരുത്തുന്നു, പിന്നെ മാർക്കറ്റിംഗിലേക്ക് പുതിയതായിട്ട് അത് അവൈലബിൾ ആക്കുന്നു. നെക്സ്റ്റ് കമേഴ്ഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ ട്രാൻസ്വൽക്കരണം നടത്തുന്നു. ഓക്കെ, ഇനി നമ്മള് ന്യൂ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ മാർക്കറ്റിംഗ് എ ന്യൂ ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ്. ഓക്കെ, ഒരു പുതിയ ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. The hospital marketing function has been broadly adopted as a way to learn about the markets, attract sufficient resources, evolve appropriate services, and communicate the availability of such goods to those who may be able to buy such services. Okay, നമുക്കറിയാം എപ്പോഴും ഹോസ്പിറ്റലുകൾ അല്ലെ, എപ്പോഴും ഒരു സർവീസ്, നല്ല സർവീസ് നടത്തുന്ന ഹോസ്പിറ്റലിലേക്ക് തിരഞ്ഞെടുക്കാനായിരിക്കും പൊതുവെ പേഷ്യൻസ് ശ്രമിക്കുന്നത് അല്ലെ. പൊതുവെ അങ്ങനെ തന്നെയല്ലേ നമ്മളെല്ലാവരും ശ്രമിക്കുക, നല്ലൊരു സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലാണ് എങ്കിലാണ് പൊതുവെ എല്ലാവരും അവിടേക്ക് പോകാനായിട്ട് ശ്രമിക്കുക അല്ലെ. ആണോ? അവിടുത്തെ നല്ല സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അവരുടെ എന്താണ്, രോഗികളായിട്ട് ചെല്ലുമ്പോൾ നല്ലൊരു അല്ലെ, എത്രയും പെട്ടെന്ന് രോഗം മാറണം, അങ്ങനെയുള്ള ഒരു നല്ല സേവനമായിരിക്കണം ആ ഡോക്ടറിൽ നിന്ന് അവിടെ നിന്നും ട്രീറ്റ്മെന്റ് ആയിട്ട് ലഭ്യമാകേണ്ടത് അല്ലെ. So hospital market function has been broadly adopted as a way to learn about the markets. നമുക്കറിയാം മാർക്കറ്റിൽ എപ്പോഴും അല്ലെ അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. വിവിധ ഹോസ്പിറ്റലുകളുണ്ട്, അട്രാക്ട് സഫീഷ്യന്റ് റിസോഴ്സസ്. നമുക്കറിയാം ഏത് ഹോസ്പിറ്റലിലും അതിൻ്റെതായിട്ടുള്ള നല്ല സഫീഷ്യന്റ് ആയിട്ടുള്ള റിസോഴ്സുകൾ ഉണ്ട് അല്ലെ. ഇപ്പോ നമുക്കറിയാം ഡിജിറ്റലൈസേഷന്റെ കാലഘട്ടം ആയതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലുകളൊക്കെ നല്ല സൗകര്യങ്ങളാണ് പ്രദാനം ചെയ്യുന്നത് അല്ലെ. ഇപ്പോ ക്യൂ നിൽക്കേണ്ടുന്ന അവസ്ഥകളൊന്നും ഇല്ല അല്ലെ. ഒരു എന്താണ് ചീറ്റ് ക്യൂ തലേ ദിവസമൊക്കെ നിന്ന് അല്ലെങ്കിൽ രാവിലെ പോയി ചീട്ടെടുത്ത് വെച്ച് ഡോക്ടറെ കാണേണ്ട അവസ്ഥയൊന്നുമില്ല. ഇപ്പൊ നേരത്തെ കൂട്ടി ഓൺലൈനൊക്കെ ആയിട്ട് ബുക്കിംഗ് ചെയ്ത് പോവാനൊക്കെ ആയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഏതൊരു ഹോസ്പിറ്റലിൽ പ്രദാനം ചെയ്യുന്നുണ്ട് ഇല്ലേ. അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ പ്രദാനം ചെയ്യുന്നില്ലേ? അപ്പൊ ഉണ്ടോ? എല്ലാവരും പോയാണ് ടിക്കറ്റ് എന്താണ് ചീറ്റ് OP ടിക്കറ്റ് ഒക്കെ എടുക്കുന്നത് അല്ല അല്ലെ. നമുക്കറിയാം ഇത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ഏതൊരു ഹോസ്പിറ്റലാണെങ്കിലും പലതരത്തിലുള്ള സേവനങ്ങളാണ്. ചില ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറെ സേവനങ്ങളൊക്കെ ലഭ്യമാക്കുന്നുണ്ട്. പക്ഷെ എന്താണ് പുവർ ആയിട്ടുള്ള അല്ലെ, ഇച്ചിരിയും കൂടിയും ഫിനാൻഷ്യലി സൗണ്ട് കുറഞ്ഞ ഹോസ്പിറ്റലിൽ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ അല്ലെ, കുറച്ച് സൗകര്യ കുറവുകളും അനുഭവപ്പെടുന്നുണ്ട്. ഇനിവേ നമുക്കറിയാം അവിടെ ചിലപ്പോൾ പേയ്മെന്റ് കുറവായിരിക്കും. ലക്ഷറി ഹോസ്പിറ്റൽ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള എക്സ്പെൻസ് അവർ ഇടാം അല്ലെ.
അപ്പോ അതിനനുസരിച്ച് വ്യത്യസ്ത തരത്തിലുള്ള സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലുകളാണ്. അതിന് കമ്മ്യൂണിക്കേറ്റ് ദ അവൈലബിലിറ്റി ഓഫ് സച്ച് ഗുഡ്സ് ടു ദോസ് ഹു മേ ബി ഏബിൾ ടു ബൈ സച്ച് സർവീസസ്. നമുക്കറിയാം നല്ല സേവനങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്ലേസിലേക്കായിരിക്കും ഏതൊരു പേഷ്യൻസും എത്തുന്നത്. അവിടെ നമ്മൾ പേഷ്യന്റ് ആയിട്ടുള്ള നമ്മൾ പല കാര്യങ്ങളും കൂടി സെർച്ച് ചെയ്തിട്ടായിരിക്കും ആ ഹോസ്പിറ്റലിൽ തിരഞ്ഞെടുക്കുന്നത്. നല്ല ഡോക്ടറാണോ, അല്ലെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുമോ, അതല്ലെങ്കിൽ നല്ല സേവനങ്ങൾ തന്നെയാണോ അവിടെ ലഭ്യമാകുന്നത്, നമുക്ക് ഇത്തരത്തിലുള്ള പിന്നെയും പോയി അല്ലെങ്കിൽ ഒരുപാട് സമയം നഷ്ടപ്പെടുത്താതെ തന്നെ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റുന്ന ഹോസ്പിറ്റലാണോ, അങ്ങനെയൊക്കെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും ഓരോ പേഷ്യന്റും ഹോസ്പിറ്റലുകളൊക്കെ തിരഞ്ഞെടുക്കുന്നത് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. നമുക്ക് മാർക്കറ്റ് പ്ലാനിങ്, മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ, ജസ്റ്റ് അതിനെ കുറിച്ചിട്ട് എന്ന് പറയുന്നുള്ളൂ. ഒരു ഹോസ്പിറ്റലിൽ സ്റ്റാർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്ലാനിങ് ഉണ്ടാകുന്നു. അത് നല്ലൊരു രീതിയിൽ ആശയവിനിമയത്തോടു കൂടിയിട്ടൊക്കെ തന്നെയാണ് അത് സ്ഥാപിക്കുന്നത്. ഇനി അതിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദ എലമെന്റ്സ് ഓഫ് മാർക്കറ്റിംഗ് പ്ലാൻ ആണ്. അതായത് ഈ ഒരു പുതിയ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്ലാനുകളാണ്. അല്ലെ, നിങ്ങൾക്ക് എന്തായാലും പോയിന്റ് ഔട്ട് ചെയ്തിട്ടായിരിക്കും തന്നിരിക്കുന്നത് അല്ലെ. ഇതെല്ലാം കൂടി ഒന്നിച്ചാണ് അങ്ങനെയാണ് ഇത് തന്നിരിക്കുന്നത് പ്രിന്റ് ഔട്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില് 1 by 1 ആയിട്ട് പോയിന്റ്സ് ഒക്കെ കോട്ട് ചെയ്തിട്ടില്ലേ എലമെന്റ്സിലെ പോയിന്റ് ആയിട്ടാണ്. ഓക്കെ, അപ്പൊ അതിലെ ഫസ്റ്റ് പോയിന്റ് നോക്കാം. എന്താണ്? സെറ്റ് യുവർ മാർക്കറ്റിംഗ് ഗോൾസ് അല്ലെ. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സെറ്റ് യുവർ മാർക്കറ്റിംഗ് ഗോൾസ്. സെക്കൻഡ് വൺ കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച്. ദെൻ തേർഡ് വൺ അനലൈസ് റിസർച്ച്. ദെൻ ഫോർത്ത് ഐഡന്റിഫൈ എ ബഡ്ജറ്റ്. Then fifth one develop market strategies, and next develop an implementation schedule. Then എന്താണ്? Create an evaluation process. Okay, ഇതെല്ലാം കൂടി മിക്സ് ചെയ്താണ് കിടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്യേണ്ട, കാരണം പോയിന്റ് ബൈ 1 by 1 ആയിട്ടാണെങ്കിൽ നമുക്ക് പഠിക്കാനുണ്ട്. ജസ്റ്റ് ഫസ്റ്റ് പോയിന്റ് നോക്കുക, സെറ്റ് മാർക്കറ്റിംഗ് ഗോൾസ്. Okay, set a truthful and measurable aim to achieve over the next 18 to 24 months. Okay, നമ്മളിപ്പോ ഒരു പുതിയ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുകയില്ല. ശരിയല്ലേ? നമ്മളൊരു പുതിയ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഏത് സർവീസ് ആണെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ ഉദ്ദേശിച്ച ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുമോ? നമ്മളിപ്പോ കുറെ ലക്ഷ്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും ഇത്രയും പേഷ്യൻസ് ഒക്കെ വരും, പിന്നെ ഡോക്ടറിനൊക്കെ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും നമുക്ക് പേഷ്യൻസ് വരും, ഇത് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത്രയും പേയ്മെന്റുകളൊക്കെ നടത്താം എന്നൊക്കെ ഉദ്ദേശിച്ചായിരിക്കും. പക്ഷെ ഒറ്റയടിക്ക് നമുക്ക് അത്രയും ലാഭം നേടിയെടുക്കാം. ലാഭം മാത്രമല്ല, അത്രയും ചിലപ്പോൾ ഇറക്കിയ എക്സ്പെൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ തിരിച്ചെടുക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് പറയുന്നത് ട്രൂത്ത്ഫുൾ ആൻഡ് മെഷറബിൾ എയിം ടു അച്ചീവ് ഓവർ ദ നെക്സ്റ്റ് 18 to 24 months. 1-2 വർഷത്തിനുള്ളിൽ അല്ലെ, 18 അല്ലെങ്കിൽ 24 ടൈമിനുള്ളിൽ മാത്രമാണ് നമുക്ക് അതിന്റെ സത്യസന്ധമായിട്ടുള്ള റിട്ടേൺസ് നേടിയെടുക്കാനായിട്ട് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. Due to the swift change happening in the healthcare environment, we do not suggest planning specific activities more than 2 years in advance. ഓക്കെ, ഇവിടെ പറയാണ്, നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോ തന്നെ നമുക്ക് മനസ്സിലായി ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരുപാട് ഉണ്ട് അല്ലെ. ഒരു നിശ്ചിത ഡിസ്ട്രിക്റ്റിൽ തന്നെ എന്താണ് ഒരുപാട് ഹോസ്പിറ്റലുണ്ട് അല്ലെ. അതിൽ തന്നെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള കുറെ ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ട്. നമുക്കറിയാം പലതരത്തിലുള്ള അതായത് അലോപ്പതിയും ഹോമിയോ, അതേപോലെ അതിലെല്ലാം ആയുർവേദ, അങ്ങനെ പലതരത്തിലുള്ള ഹോസ്പിറ്റലുകളും ഉണ്ട് അല്ലെ. അപ്പൊ ഏത് തരത്തിലുള്ള ഹോസ്പിറ്റൽ ആണെങ്കിലും ഇപ്പൊ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ട് ഈ കാലഘട്ടം ആയതുകൊണ്ട് തന്നെ അവിടെ എല്ലാത്തിനും പിടിച്ചു നിൽക്കണമെങ്കിൽ ചില വെല്ലുവിളികളെ എന്തായാലും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. ഡ്യൂ ടു സ്വിഫ്റ്റ് ചേഞ്ചസ് എന്ന് പറയുമ്പോൾ വേഗത്തിലാണ് മാറ്റങ്ങൾ അനുഭവപ്പെടുന്നത് അല്ലെ. അപ്പൊ അത് ഹോസ്പിറ്റലിലും അതിൻ്റെതായ മാറ്റങ്ങൾ പെട്ടെന്ന് തന്നെ മാറ്റങ്ങളുണ്ട്. ഇപ്പൊ നമുക്കറിയാം പണ്ടത്തെ മാതിരി സർജറീസ് തന്നെ വ്യത്യസ്ത തരത്തിലുണ്ട് അല്ലെ. അതില് കീബോർഡ് സർജറി ഉണ്ട്, ഇപ്പൊ കമ്പ്യൂട്ടറിന്റെ സഹായത്തോട് കൂടിയിട്ടുള്ള സർജറി ഉണ്ട്. പണ്ടൊക്കെ ഒരു ഓപ്പൺ സർജറി മാത്രം ഉണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു അല്ലേ. വ്യത്യാസങ്ങളില്ലേ? ഞാൻ മാത്രം ക്ലാസ് എടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറാവും. വ്യത്യാസങ്ങളില്ലേ?
വ്യത്യാസങ്ങളുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ചേഞ്ചസിനോട് പൊരുത്തപ്പെടാനും കസ്റ്റമേഴ്സ് ആയിട്ടുള്ള പേഷ്യൻസ് എന്താണ് ശ്രദ്ധ കേന്ദ്രീകരിക്കും അല്ലെ. എവിടെയാണ് ചിലപ്പോൾ ബിസി ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് റെസ്റ്റ് ഒന്നും ഇല്ലാതെ അധിക സമയത്തിനുള്ളിൽ അല്ലെ നിശ്ചിത സമയത്തിനുള്ളിൽ അവർക്ക് രോഗം മാറേണ്ട അവസ്ഥകളൊക്കെയാണ്. അപ്പൊ പണ്ടത്തെ അല്ലെ ചിലരൊക്കെ ആണെങ്കിൽ എന്തൊക്കെ പുതിയ ഇന്നവേറ്റീവായ കാലഘട്ടങ്ങളൊക്കെ വന്നാൽ തന്നെയും പണ്ട് കണ്ടിരുന്ന ഡോക്ടർ എന്താണോ പണ്ടത്തെ ചികിത്സാ രീതി എന്താണോ അത് മാത്രം ഫോളോ ചെയ്യുന്ന ഒരുപാട് ജനങ്ങളും ഉണ്ട് അല്ലെ. അപ്പൊ അതിനനുസരിച്ചിട്ട് തന്നെ നമ്മളുടെ ഹോസ്പിറ്റലിന്റെ ആ ഒരു പ്രവർത്തനങ്ങളും കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. But due to the swift change happening in the healthcare environment, ഈ കാലഘട്ടത്തിൽ വ്യത്യസ്തമായ പെട്ടെന്നുള്ള ചേഞ്ചസ് ഒക്കെ വരുന്ന കാലഘട്ടമാണ്. We don't suggest planning specific activities more than 2 years in advance. നമുക്ക് ഒരിക്കലും 1-2 വർഷത്തിനേക്കാൾ അധികമായിട്ട് കുറെ ചിന്താഗതികളൊന്നും വെച്ച് പുലർത്തിക്കൊണ്ട് ബിസിനസ്സില് അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലില് നമുക്ക് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. കാരണം 1-2 വർഷത്തിനുള്ളിൽ പിന്നെയും ചേഞ്ചസ് വരികയാണ്. അപ്പൊ പുതിയ ചേഞ്ചസിനെ ഹോസ്പിറ്റലുകൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ക്ലിയർ ആവുന്നില്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പെട്ടെന്ന് തന്നെ പ്രതീക്ഷിക്കുന്ന ലാഭമോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന കാര്യമൊന്നും പെട്ടെന്ന് ഏൺ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ചേഞ്ചസും ഒരുപാട് നാളത്തേക്ക് വേണ്ടിയിട്ട് മുൻകൂട്ടി അഡ്വാൻസ് ആയിട്ട് ഒരു ഡിസിഷനും എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. കാരണം ഈ കാലഘട്ടത്തില് പെട്ടെന്ന് ചേഞ്ചസുകളൊക്കെ വരാം. അതെല്ലാം ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അതിന്റെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. Expand the number of new patients seen in the practice by 5% with the first 6 months and 10% by the end of the first year. Okay, നമ്മളിപ്പോ ഒരു 6 മാസത്തിനുള്ളിൽ 5% നമ്പർ ഓഫ് പേഷ്യൻസിനെ പുതിയ പേഷ്യൻസിനെ പ്രതീക്ഷിക്കുകയാണെങ്കിൽ ഒരു ഫസ്റ്റ് ഇയർ ഒക്കെ ആകുമ്പോഴേക്കും എന്താണ് 6 months ആകുമ്പോഴേക്കും ഒരു 5% പേഷ്യൻസിനെ പ്രതീക്ഷിക്കുമ്പോൾ ഒരു 1 year ഒക്കെ ആകുമ്പോഴേക്കും 10% പേഷ്യൻസ് പുതിയ പേഷ്യൻസ് വരാമെന്ന് പ്രതീക്ഷിക്കാം. Then expand your gross revenue by 30% within the 24 months. നമുക്ക് അതായത് 2 വർഷത്തിനുള്ളിൽ നമ്മുടെ വരുമാനം ഒരു 30 അല്ലെ റവന്യൂ എന്ന് പറയുന്നത് ഒരു 30% വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. അതിനപ്പുറം ഒരുപാട് നമുക്ക് ഇതൊന്നും പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുകയില്ല. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച്. പുതിയൊരു ഹോസ്പിറ്റൽ തുടങ്ങുമ്പോഴേ എപ്പോഴും എന്തായാലും നമ്മൾ റിസർച്ച് നടത്തണം അല്ലെ. അത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ മാർക്കറ്റ് റിസർച്ച് ഈസ് ദ പ്രോസസ് ഓഫ് സിസ്റ്റമാറ്റിക്കലി കളക്ടിങ്, റെക്കോർഡിംഗ് ആൻഡ് എക്സാമിനിങ് ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ. അപ്പൊ മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് സിസ്റ്റമാറ്റിക്കലി കളക്ടിങ്, റെക്കോർഡിംഗ് ആൻഡ് എക്സാമിനിങ് ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻസ്. അതായത് പുതിയ വിവരങ്ങൾ അതെല്ലാം റെക്കോർഡ് ചെയ്യുകയും അല്ലെങ്കിൽ അതെല്ലാം വിശദമായിട്ട് പരിശോധിക്കാൻ വേണ്ടിയിട്ട് അത് ഏത് രീതിയിലാണ് കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ കളക്ട് ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും പരിശോധിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു പ്രോസസ്സിനെയാണ് എന്ന് പറയുന്നത് മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ വിപണിയിൽ ഒരു ഹോസ്പിറ്റൽ തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് തുറന്നേക്ക് മുമ്പ് തന്നെ ഇന്ന പേഷ്യൻസ് ഉണ്ടാവുമോ അല്ലെ. ഇവിടെ ഒരു കാർഡിയോളജി ഹോസ്പിറ്റലിൽ സ്റ്റാർട്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പീഡിയാട്രിക്സിൽ തുടങ്ങിയാൽ അല്ലെങ്കിൽ ഒരു ടെൻഡർ ക്ലിനിക്ക് തുടങ്ങിയാൽ രോഗികൾ ഉണ്ടാവോ അല്ലെ. അത് കൃത്യമായിട്ട് തന്നെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ അതിൻ്റെതായിട്ടുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുകയും റെക്കോർഡ് ചെയ്യുകയും ഒക്കെ എക്സാമിൻ ചെയ്യുകയൊക്കെ ചെയ്യുന്ന പ്രവർത്തനത്തിനെയാണ് ഇന്ന് പറയുന്നത് മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അത് അണ്ടർലൈൻ ചെയ്യേണ്ട പോയിന്റ് ആണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ about customers, competitors and market. Okay, അവിടെ ഉപഭോക്താക്കളുടെ ഒരു കോമ്പറ്റീഷൻ അല്ലെ, അവിടെ തീർച്ചയായിട്ടും മത്സരങ്ങൾ എന്തായാലും മാർക്കറ്റിൽ ഉണ്ടാവും. It can be used to decide which portion of the population will buy a product or a service based on variables such as age, gender, location and income level. Okay, നമ്മളിപ്പോ വീണ്ടും ബിസിനസ് ലാംഗ്വേജിലേക്കൊക്കെയാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, അതിലെ പ്രധാനമായിട്ട് നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് ഉത്പാദിപ്പിക്കുകയാണെങ്കിൽ അല്ലെ ഒരു നിശ്ചിത നമ്മളിപ്പോ നേരത്തെ ഹോസ്പിറ്റലിന്റെ കാര്യമാണെങ്കിലും പറഞ്ഞു ഒരു പീഡിയാട്രിഷ്യനെ കൊണ്ടുവന്ന അല്ലെ ആ തരത്തിലുള്ള ഏജ് ഉള്ളവര് അല്ലെങ്കിൽ ആ വിഭാഗക്കാര് അല്ലെങ്കിൽ ആ പ്ലേസില് അതിന് അനുയോജ്യമായിട്ടുള്ള പേഷ്യൻസിനെ കിട്ടും. അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിലും ആ പ്രൊഡക്റ്റ് അത് അവിടെ വിറ്റഴിഞ്ഞു പോകുമോ അല്ലെ, അവിടെ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ
അവിടെ ആ ഒരു സർവീസ് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള വിഭാഗം പേഴ്സൺസ് അവിടെ വരാനായിട്ട് സാധ്യതയുണ്ടാകും എന്നുള്ളത് കൃത്യമായിട്ട് ഈ റിസർച്ച് നടത്തുമ്പോൾ നമ്മൾ അനലൈസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. Then market research is a normally primary or secondary. മാർക്കറ്റ് റിസർച്ച് വേണമെങ്കിൽ രണ്ട് തരത്തിലാണ് പ്രധാനമായിട്ടും നടത്തുന്നത്. ഒന്ന് പ്രൈമറി ആയിട്ടും മറ്റൊന്ന് സെക്കൻഡറി ആയിട്ടും. പ്രൈമറിയിൽ എന്താ പറയുന്നത്? പ്രൈമറി മാർക്കറ്റ് റിസർച്ച് കൺസിസ്റ്റ് ഓഫ് ടെസ്റ്റിംഗ് ലൈക്ക് സർവീസ്, ഫീൽഡ് ടെസ്റ്റ്, ഇന്റർവ്യൂ ഓർ ബോത്ത് ഓർ ഒബ്സർവേഷൻ. അതായത് പ്രൈമറി മാർക്കറ്റ് റിസർച്ചിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നത്? സർവീസ് അല്ലെ, സർവേകളൊക്കെ നടത്തുന്നു. ഫീൽഡ് ടെസ്റ്റ്, ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട് തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്ന ഒരു രീതി. ഓരോ പേഴ്സൺസിനൊക്കെ ഇന്റർവ്യൂ നടത്തിയിട്ട് എന്തൊക്കെയാണ് അല്ലെ അവർക്ക് ആവശ്യമുണ്ടാവോ, അല്ലെ ഇന്ന സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്താൽ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇന്ന സേവനം നിങ്ങൾക്ക് അവൈലബിൾ ആക്കി. ഇപ്പൊ നമ്മളിപ്പോ ഒരു ട്യൂഷൻ സെന്റർ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ തുടങ്ങുമ്പോഴും മതിയായ വ്യക്തികൾ ഇവിടെ വരുമോ എന്നുള്ളത് ഫീൽഡിലേക്ക് ഇറങ്ങി സർവേ നടത്തി അല്ലെങ്കിൽ പേഴ്സണലായിട്ട് ഇന്റർവ്യൂ നടത്തി ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് എങ്കിൽ അതിനെ എന്തെന്ന് പറയാം, നമ്മൾ പ്രൈമറി റിസർച്ച് എന്ന് പറയും. അതിന് എന്തെന്ന് പറയും? പ്രൈമറി മാർക്കറ്റ് റിസർച്ച്. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് മാർക്കറ്റ് റിസർച്ചുകൾ ഏത് തരത്തിലുണ്ട്? പ്രൈമറി ആൻഡ് സെക്കൻഡറി ഉണ്ട്. പ്രൈമറിയിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നത്? പ്രൈമറിയിൽ എന്താണ്? ടെസ്റ്റിംഗ് ലൈക്ക് സർവീസ്, ഫീൽഡ് ടെസ്റ്റ്, ഇന്റർവ്യൂ ഓർ ഒബ്സർവേഷൻ ഒക്കെയാണ് ആ തരത്തിൽ നടപ്പാക്കുന്നത്. സെക്കൻഡറി ആണെങ്കിൽ മാർക്കറ്റിംഗ് കൺസിസ്റ്റ് ഓഫ് ടെസ്റ്റ് മാർക്കറ്റിംഗ്. അതായത് മാർക്കറ്റിലേക്ക് ഇറക്കിയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണെങ്കിൽ അത് സെക്കൻഡറി മാർക്കറ്റിംഗ് എന്ന് പറയും. നേരത്തെ എന്നുള്ളത് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കുന്നതിന് മുമ്പേ തന്നെ എന്താണ് അവിടെ നിന്ന് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്ന ഒരു രീതിയാണ് പ്രൈമറി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? എല്ലാവരും അവിടെ പോയി അവിടെ നിന്ന് ഉറങ്ങിയാവോ? എന്തായാലും ജസ്റ്റ് വായിച്ചു നോക്കാം. ഓക്കെയാണ്, ജസ്റ്റ് വായിച്ചു നോക്കാം. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്തോ? മാർക്കറ്റ് റിസർച്ച് ഏതൊക്കെ തരത്തിലാണുള്ളത്? ഏതൊക്കെ തരത്തിലുള്ള മാർക്കറ്റ് റിസർച്ച് ആണുള്ളത്? ആരും പ്രൈമറി 2 പേര് മാത്രമേ ഉള്ളോ? സെക്കൻഡറി. ഓക്കെ, ബാക്കി എല്ലാവരും എവിടെ പോയി? ഏതൊക്കെ തരത്തിലാണ്? പ്രൈമറിയും സെക്കൻഡറി അല്ലെ. ഇനി പ്രൈമറിയിൽ എന്തൊക്കെ പെടാം? പ്രൈമറി മാർക്കറ്റ് റിസർച്ച് കൺസിസ്റ്റ് ഓഫ്, അറിയാം, ലാസ്റ്റ് പോർഷൻസ് ഒന്നുകൂടി പറയാം. പ്രൈമറിയിൽ എന്തൊക്കെ പെടും? സർവേ പെടുന്നു, ദെൻ ഫീൽഡ് ടെസ്റ്റ്, ഓക്കെ, ഇന്റർവ്യൂ, ഒബ്സർവേഷൻ. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡറിയിൽ എന്താണ് ഉൾപ്പെടുന്നത്? ഓക്കെ, സെക്കൻഡറിയില് ടെസ്റ്റ് മാർക്കറ്റ്. ഓക്കെ, അപ്പൊ പ്രൈമറിയും സെക്കൻഡറിയും റിസർച്ച് ആണ് ഉള്ളത്. പ്രൈമറിയിൽ എന്തൊക്കെ പെടുന്നു, തന്നെ നെക്സ്റ്റ് ടെസ്റ്റ് മാർക്കറ്റ്. ഓക്കെ, അപ്പൊ അതില് ആ ഒരു പോയിന്റിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. ഫസ്റ്റില് നമ്മൾ പറഞ്ഞു മാർക്കറ്റ് റിസർച്ച് എന്നത് ഒരു പ്രോസസ് ആണെന്നുള്ള കാര്യം അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞു. സെക്കൻഡ്ലി നമ്മൾ പറഞ്ഞ മാർക്കറ്റ് റിസർച്ചുകളൊക്കെ ഏതൊക്കെ തരത്തിലാണ്? പ്രൈമറി തരത്തിലും സെക്കൻഡറി തരത്തിലും. പ്രൈമറിയിൽ എന്തൊക്കെ പെടാം, സെക്കൻഡറിയിൽ എന്തൊക്കെ പെടാം എന്നുള്ള കാര്യം പറഞ്ഞു. ഓക്കെ, വീണ്ടും എന്താണ് പിന്നെ നേരത്തെ ഇത് എന്താന്നുള്ള കാര്യം നിങ്ങൾ സ്റ്റെപ്സുകളെ ഒന്ന് നോട്ട് ചെയ്യേണ്ടതാണ്. അത് ഞാൻ പറഞ്ഞതാണ്. പിന്നെ ഇവിടെയും എന്താണ് ഒരു ന്യൂ ഹോസ്പിറ്റൽ ആണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള എലമെന്റ്സ് ഓഫ് മാർക്കറ്റിംഗ് പ്ലാൻ. ഓക്കെ, അതും നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഓക്കെ, അടുത്തൊരു ഭാഗത്തേക്ക് പോകാം. ഓക്കെ, മാർക്കറ്റിംഗിലേക്ക് വന്നോ?
അടുത്ത അനാലിസ് ദ റിസർച്ച്, അത് നോക്കാം. അനലൈസ് ദ റിസർച്ചിലേക്ക് പോകാം. Examine the raw data we gather and brief it into meaningful findings. That will be the base of deciding which marketing strategies make the most sense and will get the best results for your practice. Okay, നമ്മളിപ്പോ ഗവേഷണ വിശകലനത്തിലേക്കാണ് എത്തുന്നത്. നമ്മൾ ഗവേഷണം നടത്തുന്ന കാര്യത്തെ കുറിച്ചിട്ട് നമ്മൾ കണ്ടു. അങ്ങനെ ഗവേഷണം പല രീതിയിലൊക്കെ നമ്മൾ നടത്തി. അപ്പൊ ഫസ്റ്റ് അത് ചെയ്തതിന് ശേഷം എന്താണ് നെക്സ്റ്റ് എന്താണ് അനലൈസ് ദ റിസർച്ച്. ഈ റിസർച്ച് നടത്തിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൽ അങ്ങനെ വിശകലനം ചെയ്യുമ്പോഴെന്താണ് പ്രധാനമായിട്ടും പറയുന്നത് ശേഖരിച്ച ഇതുകൾ അല്ലേ, ഇത് എന്താണ് അർത്ഥവത്തായ കണ്ടെത്തലുകളൊക്കെ ഉണ്ടോ എന്നുള്ളത് കണ്ടെത്തണം. ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരുപാട് കാര്യങ്ങളൊക്കെ ശേഖരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മീനിങ്ലെസ് ആണെങ്കിൽ നമ്മൾക്ക് അതുകൊണ്ട് യഥാർത്ഥമായിട്ടുള്ള സത്യങ്ങളെല്ലാം എങ്കിൽ അത് തീർച്ചയായിട്ടും അത് ഉപയോഗപ്രദമാക്കാനായിട്ട് സാധിക്കില്ല അല്ലെ. അപ്പൊ എക്സാമിൻ ദ റോ ഡാറ്റ വി gather and brief it into meaningful findings that will be the basis of deciding which marketing strategies make the most sense അല്ലെ. എങ്കിൽ യഥാർത്ഥ സത്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അതൊക്കെ നമ്മൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, മാർക്കറ്റിംഗിന്റെ തന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ തുലനം ചെയ്ത് നോക്കണം. ഓക്കെ, will give the best result for your practice. എങ്കിൽ നമ്മൾ ഏത് വെച്ചിട്ടാണ് ഈ മാർക്കറ്റിംഗിൽ ഏത് തന്ത്രം നമുക്ക് ഇതിൽ പ്രയോഗിക്കാൻ പറ്റും എന്നുള്ള കാര്യം ചിന്തിക്കേണ്ടതുണ്ട് അല്ലെ. നമ്മൾ ഗവേഷണം നടത്തിയതിനു ശേഷമാണ് അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ what are the marketing strategies? How many strategies? മാർക്കറ്റിംഗിൽ എത്ര സ്ട്രാറ്റജീസ് ഉണ്ട് അറിയോ? നമ്മൾ പിക്ചറൊക്കെ കണ്ടായിരുന്നു. സ്ട്രാറ്റജീസിനെ കുറിച്ചിട്ട് ഒരു പിക്ചറൊക്കെ ഓർമ്മയിലുണ്ടോ? 4 സ്ട്രാറ്റജീസ് ഉണ്ട് അല്ലെ. അതിൽ പ്രൊഡക്റ്റ് സ്ട്രാറ്റജി ഉണ്ട്, പ്ലേസ് സ്ട്രാറ്റജി ഉണ്ട്, പ്രൈസ് ഉണ്ട്, പ്രൊമോഷൻ സ്ട്രാറ്റജീസ് ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഈ അനാലിസിസ് അല്ലെ, ഒരു നമ്മള് റിസർച്ച് നടത്തുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ചോദിച്ചറിയുക അല്ലെ. നമ്മൾ ഗുണമേന്മ ഒരു സാധനം വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്ര വിലയ്ക്ക് മേടിക്കോ, അല്ലെങ്കിൽ നിങ്ങൾ വിപണിയിൽ പോയി മേടിക്കോ, അല്ലെങ്കിൽ നിങ്ങൾ ഈ പ്ലേസിലേക്ക് ഹോസ്പിറ്റൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്ന് നിങ്ങൾ അത് എന്താണ് ആ സേവനം നേടിയെടുക്കാൻ ശ്രമിക്കോ, അല്ലെങ്കിൽ എന്താണ് നമ്മൾ പറഞ്ഞ മാതിരി പ്രൈസിന്റെ കാര്യം, ഈ പറഞ്ഞ മാതിരി തന്നെ ഡിസ്ട്രിബ്യൂഷന്റെ കാര്യം പറഞ്ഞ മാതിരി തന്നെ ഒരു പ്രൊമോഷൻ ഉണ്ട് അല്ലെ. ഇത് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാര്യങ്ങൾ അല്ലെ, നിങ്ങളുടേതായിട്ടുള്ള അങ്ങനെയാണോ? കേൾക്കായികയുണ്ടോ? എന്തെങ്കിലും നിങ്ങൾക്ക് കേൾക്കണ വോയിസിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? എന്തെങ്കിലും നെറ്റ് ഇഷ്യൂ ആയിരിക്കും കേട്ടോ. എല്ലാവർക്കും കേൾക്കുന്നുണ്ടെന്ന് തന്നെ പറയുന്നത്. എന്തെങ്കിലും നെറ്റ് ഇഷ്യൂ ആയിരിക്കും. ഓക്കെ ഇപ്പൊ നമ്മള് പറഞ്ഞു പോയ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ റിസർച്ച് നടത്തിയതിന്റെ കണ്ടെത്തിയ മീനിങ് ആയിട്ടുള്ള ഫൈൻഡിങ്സുകള് നമ്മളെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസും വെച്ചുകൊണ്ട് കൈകാര്യം ചെയ്ത് നോക്കണം. അതായത് ഏതെങ്കിലും തന്ത്രങ്ങൾ അവിടെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ, അവർ പറഞ്ഞിരിക്കുന്ന കണ്ടെത്തലുകൾ അല്ലെ, അവരിൽ നിന്നും കളക്ട് ചെയ്ത വിവരങ്ങൾ ഈ പറഞ്ഞ മാതിരി നമ്മൾ നേരത്തെ എന്തൊക്കെയാണ് അവിടെ റിസർച്ച് നടത്തിയല്ലേ, പ്രൈമറി അവരുടെ സർവേകൾ വഴിയായും ഫീൽഡ് ടെസ്റ്റ് ഇന്റർവ്യൂ ഒക്കെ വെച്ച് കുറച്ച് കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്തു. ആ ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസും വെച്ച് കൊണ്ട് തുലനം ചെയ്ത് നോക്കും. ഓക്കെ, നമുക്ക് ഇത്രയും വില കുറച്ച് സേവനങ്ങൾ ലഭ്യമാക്കിയ ആൾക്കാരെ കണ്ടെത്താൻ സാധിക്കും, ഇന്ന പ്ലേസിൽ സ്ഥാപിച്ച് കഴിഞ്ഞ ആൾക്കാരെ കണ്ടെത്താൻ സാധിക്കും അല്ലെ. അങ്ങനെ പല കാര്യത്തിനെ കുറിച്ചിട്ട് നമ്മൾ അതിനെ കുറിച്ചിട്ട് സെർച്ച് ചെയ്യുന്നു. Then the research will identify the requirements and needs of your current and potential patients and will help you explain your target audience. ഓക്കെ, നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ ഒരു പീഡിയാട്രിഷ്യൻ തുടങ്ങിയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു സീസണൽ ആയിട്ടുള്ള ടൈമുകളിലെല്ലാം പീഡിയാട്രിഷ്യന്റെ അല്ലെ ഡോക്ടറിന്റെ ഒരു ക്ലിനിക്കിന്റെ സേവനം അവിടെ ആവശ്യമായിട്ട് വരും.
ഇപ്പൊ അവിടെ അങ്ങനെ ഒരു സംഭവം തുടങ്ങിക്കഴിഞ്ഞാൽ മതിയായ ഓഡിയൻസ് ഉണ്ടാവുമോ എന്നുള്ളതാണ് പ്രധാനമായിട്ടും ആ ഹോസ്പിറ്റലിന്റെ കാര്യത്തില്, പുതിയതായിട്ട് തുടങ്ങുന്ന ഹോസ്പിറ്റലിന്റെ കാര്യത്തില് പ്രധാനമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അല്ലെ. അവിടെ മതിയായ പേഷ്യൻസ് ഉണ്ടാവുക എന്നുള്ളത് അല്ലെ. വിൽ ഹെൽപ് യു എക്സ്പ്ലെയിൻ യുവർ ടാർഗറ്റ് ഓഡിയൻസ്, അവർ ഉദ്ദേശിക്കുന്ന ഓഡിയൻസ് നിലവിൽ ഉണ്ടാവുമോ എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഐഡന്റിഫൈ ചെയ്യുന്നത്. Then this is also the right time to look back at the goals you are chosen. You have chosen. നമുക്കറിയാം പലതരത്തിലുള്ള ചൂസൺ കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. നമുക്ക് ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ പല ചോയ്സുകൾ ഉണ്ടാവാം. അപ്പൊ അതില് ഏറ്റവും നല്ല ചോയ്സ് ആയിരിക്കും നമ്മൾ റൈറ്റ് സമയത്ത് അല്ലെ, കൃത്യമായിട്ടുള്ള സമയത്ത് കൃത്യമായിട്ടുള്ള ടൈമില് അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള പ്രൈസിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോ ഒരു അംബർല സെയിൽ ചെയ്യുന്ന ഒരു ടൈം ഉണ്ട് എന്ന് പറഞ്ഞ മാതിരി തന്നെ ഈ ഹോസ്പിറ്റലില് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ചില ടൈമുകളിൽ കൂടുതൽ വ്യക്തികൾ വരും അല്ലെ. ആ ഒരു കൺസിഡറേഷനിലാണ് ആ ഒരു പ്ലേസിലൊക്കെ അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ ആ ഒരു സമയം ഇപ്പൊ കോവിഡിന്റെ സമയത്ത് നമുക്കറിയാം അതിൻ്റെതായിട്ടുള്ള ആവശ്യങ്ങൾക്കാണ് കൂടുതൽ രോഗികൾ വന്നുകൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ അവിടെ അതിൻ്റെതായിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾക്കാണ് പ്രിഫറൻസ് ഉണ്ടത്. ചില ആ കോവിഡിന്റെ സമയത്ത് നമുക്കറിയാം ചില ബിസിനസ് ഒക്കെ പച്ചപിടിച്ചു പോയി അല്ലെ. ചില ബിസിനസ് ഒക്കെ എന്താണ് താഴേക്ക് ഡൗൺ ആയിട്ടുണ്ട്. അപ്പൊ അതിന് ഓരോന്നിന്റെയും ഒരു സമയമുണ്ട്. ആ സമയത്തിൽ തന്നെ നമ്മൾ ഗോൾ അച്ചീവ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള രീതിയിൽ തന്നെ ചൂസ് ചെയ്യണം. Then based on your research findings, you may need to change some of your goals. നമുക്കറിയാം നമ്മൾ കണ്ടെത്തിയ കുറെ കണ്ടെത്തലുകളിലും ചിലപ്പോഴെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തേണ്ടതായിട്ട് വരും അല്ലെ. യു മേ നീഡ് ടു ചേഞ്ച് സം ഓഫ് യുവർ ഗോൾസ്. നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചില ചേഞ്ചസ് ഒക്കെ വരുത്തേണ്ടതായിട്ട് വരും. Then it help to analyze some key questions അല്ലെ. നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റൽ തുടങ്ങുമ്പോഴൊക്കെ ചില ക്വസ്റ്റ്യൻസുകളൊക്കെ നമ്മൾ സ്വയമേ ചോദിക്കണം അല്ലെ. നമ്മളിപ്പോ ഇതേ ഭാഗത്ത് തന്നെ വേറൊരു ഹോസ്പിറ്റലും തൊട്ടടുത്തുണ്ട് എങ്കിൽ നമ്മളിപ്പോ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ആ ഹോസ്പിറ്റലിലേക്ക് ആളുകൾ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊടുക്കുന്ന അതേ ഫെസിലിറ്റീസ് തന്നെയാണോ നമ്മൾ കൊടുക്കുന്നത്, അവിടെ കൊടുക്കുന്ന അതേ റേറ്റ് തന്നെയാണോ പേഷ്യൻസിനെ കൈകാര്യം ചെയ്യാൻ പോകുന്നത്, അങ്ങനെയൊക്കെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് വരും അല്ലെ. നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ അങ്ങനെ ചിന്തിക്കുകയില്ലേ. അതേപോലെ തന്നെ ബിസിനസ് ആണ്, അവിടെ കൊടുക്കുന്ന അതേ റീറ്റെയിൽ ഷോപ്പ് തന്നെയാണ് ഇവിടെ തുടങ്ങണമെങ്കിൽ അവിടെ കസ്റ്റമേഴ്സ് എത്തുമെന്ന് നമ്മൾ ചിന്തിക്കൂലേ? ചിന്തിക്കുവോ? കുറെ ക്വസ്റ്റ്യൻസുകൾ നമ്മുടെ മൈൻഡിലേക്ക് വരും. അല്ലാതെ വെറുതെ ഓടിപ്പോയി ഒരു ബിസിനസ് തുടങ്ങുമോ? മാർക്കറ്റ് ഉണ്ടോ? അപ്പൊ നമ്മൾ അതേ രീതിയിൽ തന്നെ ചിന്തിക്കണം. ഓക്കെ, അപ്പൊ നമ്മളത് ചിന്തിക്ക്. എന്താണ് ആൻസർ? ചിന്തിക്കില്ല എന്നാണോ? അതേപോലെ തന്നെ കുറെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കും അല്ലെ. ചിന്തിച്ചതിന് ശേഷം മാത്രമാണ് തുടങ്ങുള്ളൂ. അത് ഓക്കെ, നമ്മുടെ ബിസിനസ് പിടിച്ചു നിൽക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കും അല്ലെ. അപ്പൊ അതിനനുസരിച്ചുള്ള കുറെ ക്വസ്റ്റ്യൻസുകൾ വരും അല്ലെ. അതിനെന്താണ് അവരെന്താ, വാട്ട് ആർ ദ സിമിലാരിറ്റീസ് ബിറ്റ്വീൻ യുവർ പ്രാക്ടീസ് ആൻഡ് യുവർ കോമ്പറ്റീറ്റേഴ്സ്. നമ്മളോട് മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ അവിടെയുള്ള എന്തെങ്കിലും സിമിലാരിറ്റീസ്, എന്തെങ്കിലും നമ്മൾ സമാനമായ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? Then what makes your practice from your competitors? Okay, നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സ് അല്ലെ എന്തൊക്കെയാണ് നമ്മളുടെ എതിരാളികളിൽ നിന്ന് നമ്മൾ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും പരിശീലനം ഉണ്ടോ? Then location more desirable than your competitors. അതായത് അവരെക്കാളും നല്ലൊരു ലൊക്കേഷൻ ആണോ നമ്മുടേത്? Then do you promise a broader scope of service than the competition? Okay, നമ്മൾ ഒരുപാട് സേവനങ്ങൾ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറെ എന്തെങ്കിലും സേവനങ്ങൾ ലഭ്യമാക്കുന്നുണ്ടോ? Is there a service you are provided that no one else in the community presently offers? Okay, നമ്മൾ മത്സരത്തെക്കാൾ വിശാലമായിട്ടുള്ള സേവനങ്ങളാണോ കാഴ്ച കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്? ചിലപ്പോൾ ചില ചാരിറ്റബിൾ സൊസൈറ്റി അല്ലെ ഹോസ്പിറ്റലിലൊക്കെ അവിടെ മത്സരത്തിന് അവിടെ പ്രോഫിറ്റബിൾ ആക്കണമെന്നുള്ള ഒരു ഉദ്ദേശമില്ലാതെ തുടങ്ങുന്ന ഹോസ്പിറ്റലും ഉണ്ടാകും. എനിവേ എന്തായാലും പിടിച്ചു നിൽക്കണമെങ്കിൽ അല്ലെ ഒരു സമൂഹത്തിൽ ഒരു ഹോസ്പിറ്റൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കുറെ ആവശ്യങ്ങൾ കൂടി കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രമാണ് അവിടെ ഹോസ്പിറ്റൽ തുടങ്ങാനായിട്ട് സാധിക്കുള്ളൂ. നമുക്കറിയാം ചില ഹോസ്പിറ്റലിലൊക്കെ നല്ല സൗകര്യങ്ങളായിരിക്കും കൂടുതൽ പ്രാധാന്യം, കുറെ മെഷീന്റെ കപ്പാസിറ്റി അല്ലെ അത് കൂടുതൽ വിന്യസിപ്പിച്ചിട്ടായിരിക്കും അവർ തുടങ്ങുന്നത്. ചില ഹോസ്പിറ്റലിലൊക്കെ ഒരുപാട് മെഷീനും വലിയ സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ ചിലതിൽ നല്ല ഡോക്ടേഴ്സ് ആയിരിക്കും, നല്ല ഡോക്ടറിന്റെ സേവനമാണ്, അവിടെ ഹ്യൂമൻ റിസോഴ്സസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ചിലപ്പോൾ അങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ തെരഞ്ഞെടുത്ത് പേഷ്യൻസ് പോകുക. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും ഇത്തരത്തിലുള്ള അല്ലെ ഒരു കമ്പാരിസൺ നടത്തിയതിന് ശേഷം മാത്രമാണ് ഹോസ്പിറ്റലുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ.
സെക്കൻഡ് നമ്മളിപ്പോ കണ്ടതില് ഏത് പോയിന്റ് ആണ്? ഫസ്റ്റ് നമ്മൾ കണ്ടു സെറ്റ് മാർക്കറ്റ് ഗോൾസ്, സെക്കൻഡ് വണ് കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച്. റിസർച്ച് നടത്തിയിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നു അല്ലെ. അവിടെ അനലൈസ് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് അവബോധം കണ്ടെത്തുന്നത്. ഓക്കെ, അടുത്ത ഒരു പോയിന്റ്സ് നമ്മൾ ഒന്നിച്ചെടുക്കുന്നില്ല. ചെറിയ ചാപ്റ്റർ ആണ്, ഒന്ന് നെക്സ്റ്റ് ക്ലാസ്സോടുകൂടി നമുക്ക് തീർക്കാം. അപ്പോ ഇതുവരേക്കുമുള്ള ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹെഡിങ്സ് നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കാം. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു മാർക്കറ്റ് കീഴടക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഇതിനെ പഠിപ്പിക്കുന്നത്. ഹോസ്പിറ്റല് ആ മാർക്കറ്റില് പിടിച്ചു നിൽക്കണം അല്ലെ. അവിടെ ഹോസ്പിറ്റലില് പേഷ്യൻസ് ഉണ്ടാവണം. അത് പ്രോഡക്റ്റ് ഒരു ബിസിനസ് ലാംഗ്വേജില് പ്രതിപാദിക്കുന്നുണ്ട്. ഒപ്പം അതിനെ ഹോസ്പിറ്റലിന്റെ രീതിയിൽ അല്ലെ, ഒരു ന്യൂ ഹോസ്പിറ്റൽ എന്നുള്ള രീതിയിൽ കൺവേർട്ട് ചെയ്ത് അവിടെ വിവരിക്കുന്നുണ്ട്. ഓക്കെ, അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ചോദിക്കണേ ചോദിക്കാം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, എങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു. Okay, thank you.